ഹലോ, വെൽക്കം ടു മൈ ചാനൽ വിദ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഈസിയായി സിമ്പിൾ എഗ്ഗ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റുക. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. ഏകദേശം കുറച്ച് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. പച്ചമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇതിൽ ഉടഞ്ഞു ചേരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അവിടെ എടുത്തിരിക്കുന്ന ഗരം മസാല ആണ്. മസാലപ്പൊടി എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചമണം എല്ലാം മാറുന്നതിന് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുത്ത മുട്ട ഓരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം ആയി വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി എഗ്ഗ് കറി ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ നമുക്ക് 10 ഈസി എഗ്ഗ് റെസിപ്പി മലയാളം PDF ഉണ്ട്. ആക്ച്വൽ പ്രൈസ് 99 ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത് 49. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.